അനന്തരം ഈ കോണ്ടസ്റ്റിൽ പറയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു കേസിൽ, ഒരു സംഭവത്തിൽ അന്വേഷണ ഏജൻസി അടക്കം തട്ടിക്കൂട്ടി അന്വേഷണമൊക്കെ നടത്തിയ സർക്കാരാണ്. അത് ഒരു കേസിൽ മാത്രമല്ല, എത്രയോ കേസുകൾ. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം സമാന കേസുകളിലൊക്കെ വരുമ്പോൾ അവിടെ നേരത്തെ എറിയുന്നു. അതല്ല, നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം അവർ കുറ്റാരോപിതനാണ്, അവരെ അറസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ട്രയൽ നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയും, ട്രയൽ മാത്രമാണല്ലോ നടന്നത്, അതല്ല ഇനി ശിക്ഷിച്ച് കഴിയുമ്പോൾ പറയും മേൽക്കോടതി ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആ ഒരു സിദ്ധാന്തം ഇവിടെ എങ്ങനെ പൊരുത്തപ്പെടും അനന്തൻ? പ്രജീഷ്, ഇതിനകത്ത് CPM-ന്റെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പ്രതികരണം തന്നെയാണ്. കാരണം മറ്റൊന്നും ഉപയോഗിച്ചുകൊണ്ട്, കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലോ, ഇത് അന്വേഷണം നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കോടതി നിയോഗിച്ച അന്വേഷണ സംഘമാണ്. പ്രത്യക്ഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അത് ഒരു പോലീസ് അന്വേഷണമല്ല നടക്കുന്നത്, കോടതിയുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അതിലൊരു അറസ്റ്റ് നടക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് CPM ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കുറ്റാരോപിതൻ മാത്രമാണല്ലോ ഈ ഘട്ടത്തിൽ ചാർജ് ഷീറ്റിൽ, കുറ്റപത്രത്തിൽ വിചാരണ നടന്നിട്ടാണല്ലോ അയാൾ കുറ്റവാളിയാണോ അല്ലയോ, അതിൽ ശിക്ഷയുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നോക്കൂ, ഇങ്ങനൊരു സംവിധാനത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നില്ല എങ്കിൽ, ഈ ഘട്ടത്തിൽ സ്വന്തം ഏജൻസി പോലും ആയിരുന്നെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, അതിൽ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ള പ്രതിരോധമെങ്കിലും CPM തീർക്കുമായിരുന്നു എന്നാണ്. മാത്രമല്ല, അങ്ങനെ ചെയ്യുമോ? ഈ തണൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്കോ ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പോലും പോകുന്നെങ്കിൽ അത് അത്ഭുതമാകുമായിരുന്നില്ലേ അനന്തൻ? തീർച്ചയായിട്ടും ഒരു പക്ഷേ വലിയ സമ്മർദ്ദം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും പരമാവധി മുരാരി ബാബുവിലും അവസാനിക്കുമായിരുന്നു. അതിൽ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ സ്വർണം എടുത്തുകൊണ്ടുപോയി പങ്കജ് ഭണ്ഡാരിയുടെ അടുത്ത് കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്ത് അത് അന്നത്തെ വിലയായ ഗ്രാമിന് 3000 രൂപയ്ക്ക് വിറ്റു. എന്നിട്ട് കിട്ടിയ 5-10 ലക്ഷം രൂപ പോക്കറ്റിലിട്ട് പോയി എന്നുള്ള അന്വേഷണത്തിൽ ഒതുങ്ങുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇനി നമ്മൾ ഈ കോടതി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഇത് ഉരുക്കിയെടുത്തു. ഗോവർദ്ധൻ്റെ വീട്ടിൽ നിന്ന്, ബല്ലാരിയിൽ നിന്ന് ഉരുക്കിയ സ്വർണത്തിൻ്റെ തെളിവുകൾ, അല്ലെങ്കിൽ ആ സ്വർണം തിരിച്ചെടുത്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ വലിയ ആശങ്ക ഭക്തജനങ്ങൾക്കുണ്ടായിരുന്നു, മലയാളികൾക്കുണ്ടായിരുന്നു. അത് ഈ അന്വേഷണം ഇവിടെ അവസാനിക്കുകയാണോ എന്ന മട്ടിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു വിശദമായ ഉത്തരവ് കോടതി പുറത്തിറക്കിയപ്പോൾ മനസ്സിലായി, ഈ അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇത് അന്താരാഷ്ട്ര ബന്ധമുള്ള വലിയ ആത്മീയ വ്യാപാരം നടത്തുന്ന സംഘങ്ങൾക്ക്, കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുള്ള നമ്മൾ കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും വൈദ്യ പരിശോധനയ്ക്കായി എത്തിക്കുക? അനന്തനി, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻട്രോഗേഷൻ, കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, ചോദ്യം ചെയ്യൽ അത് ആവശ്യപ്പെടുമോ? കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കങ്ങൾ അത് ഇന്നുണ്ടാകുമോ? കാരണം ഇപ്പോൾ സമയം വൈകി വരികയാണ്. എന്താണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഇതിൽ അകലാനുണ്ട് പ്രതീക്ഷ. കാരണം 2019 കട്ടളപ്പാളിയും ദ്വാരപാലക പാളികളും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റൊക്കെ നടക്കുന്നത്. പക്ഷേ ഇതേ കാര്യങ്ങൾ, ഇതേ കൊള്ളയുടെ ആവർത്തനം 2025 സംഭവിച്ചു. അപ്പോൾ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഇതേ മോഡസിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി തന്നെ വിലയിരുത്തുന്നുണ്ട്. 2024 ഒരു പരീക്ഷണം നടത്തിയതും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡും മറുപടി പറയേണ്ടി വരും. ഒരു പക്ഷേ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണോ PS പ്രശാന്ത് അടക്കമുള്ളവർ, ഈ ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോയ ബോർഡും പെരുമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ പത്മകുമാറിന്റെ മൊഴി, ഇനിയുള്ള മൊഴികൾ നിർണായകമാണ്. 2024 25 ബോർഡുകളിൽ പത്മകുമാർ ഇടപെട്ടിരുന്നോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും പത്മകുമാറിന്റെ മുന്നിലേക്ക് വരും. അപ്പോൾ പത്മകുമാറിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു മറുപടി, ഞാൻ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ആ ഇടപെടൽ സംബന്ധിച്ചുള്ള വിശദീകരണം PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിനും നൽകേണ്ടി വരും. അപ്പോൾ അന്വേഷണം ഇനിയും കിടക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എടുത്തുകൊണ്ടുപോയ യഥാർത്ഥ അയ്യപ്പന്റെ സ്വത്ത്, സ്വർണ്ണപ്പാളികൾ, ആ പുണ്യമായ ഉരുപ്പടികൾ എവിടെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇവരിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഒരുപാട് വർഷങ്ങൾ, 4-5 വർഷം 2019 സംഭവിച്ചതാണ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുമുണ്ടാകാം. നടന്നതിൻ്റെ തെളിവുകൾ കൂടി നമുക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണം അത് മൂടിവെച്ച വലിയൊരു സത്യം, അത് ഒരു കുറ്റകൃത്യം മൂടിവെക്കാനുള്ള ശ്രമം, അത് ഇതൾ വിരിഞ്ഞത് ജൈവികമായിട്ടാണ്. അത് ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളിലൂടെ സത്യസന്ധമായി തെളിഞ്ഞു വരികയായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണത്തിൽ ഒരു സത്യസന്ധമായ അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് മലയാളികൾ
അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിനൊരു അവസാനം ഈ ഘട്ടത്തിൽ പത്മകുമാറിൽ അവസാനിക്കില്ല. അതിനപ്പുറം വിശാലമായ ഒരു കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് ഈ അന്വേഷണം വെളിപ്പെടും എന്നുള്ള കാര്യം, ഒരു വലിയ സത്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തും എന്നുള്ള കാര്യം ആണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഈ കോടതി ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചില ഉദ്യോഗസ്ഥരോട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഈ CBI ഒക്കെ ഇതിനകത്ത് അന്വേഷണ ഘട്ടത്തിൽ വരുമോ, കേരള പോലീസിനെ കൊണ്ട് ഇത് അന്വേഷിക്കാൻ പറ്റുമോ? പക്ഷേ കേരള പോലീസിനെ കൊണ്ട് തന്നെ ഇപ്പോഴുള്ള SITക്ക് തന്നെ അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് അവർ പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എല്ലാവർക്കും അഭിപ്രായം. എന്തായാലും തീർച്ചയായും ഈ കത്ത് നൽകിയത് ശബരിമലയിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമല തിരക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുകയാണെന്ന് എന്തായാലും ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കാം. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന ഒരു സമയമാണ്. അതേസമയം തന്നെ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ പ്രതികരണം നമ്മൾ കേൾക്കുകയും ചെയ്തു അല്പസമയം മുമ്പ്. അനന്തൻ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട്, കാരണം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അതിന് ശേഷമുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ, അതിന് നമ്മൾ കാത്തിരിക്കുന്നത് തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്ന. വൈദ്യപരിശോധനയായിരിക്കാം. വൈദ്യപരിശോധനയ്ക്കൊക്കെ ഉള്ള ഇനിയുള്ള സംവിധാനങ്ങൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ഘട്ടങ്ങൾ കൊല്ലം കോടതിയിലേക്ക്, വിജിലൻസ് കോടതിയിലേക്ക് ആയിരിക്കും. അത് ഇന്ന് തന്നെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രതീക്ഷ, ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത് ചെറിയൊരു പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചതിലും നേരത്തെ ആ വാർത്ത പുറത്തു വന്നു, അറസ്റ്റ് വാർത്ത പുറത്തു വന്നു എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസാണ് ആ വാർത്ത പുറത്തുവിട്ടത്. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തി ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ മാതൃഭൂമി ന്യൂസ് ആ വാർത്ത ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി, തയ്യാറെടുപ്പുകൾ കൂടി നടത്തിയ ശേഷം പ്രതിയുമായി ആശുപത്രിയിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവർ. ഈ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിലേക്ക് എത്തുന്നതിനിടയിൽ ഈ വാർത്തകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനു മുമ്പ് വാർത്തകൾ വന്നതുകൊണ്ട് ഒരു തയ്യാറെടുപ്പ്, മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. കാരണം പ്രതിഷേധം വന്നാൽ അത് തടയാനുള്ള ബാരിക്കേഡുകളടക്കം പല സ്ഥലത്തും വെക്കേണ്ടതുണ്ട്. പോലീസിനെ സിറ്റിയിൽ കൂടുതൽ വിന്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ ആശുപത്രി പരിസരത്ത്, ജനറൽ ആശുപത്രിയിലായിരിക്കും കൊണ്ടുവരിക സാധാരണഗതിയിൽ. അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പേരൂർക്കടയിലോ അല്ലെങ്കിൽ ഫോർട്ട് ആശുപത്രിയിലോ കൊണ്ടുപോകേണ്ടി വരും. അതല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു മുന്നൊരുക്കങ്ങൾ ആണിപ്പോൾ നടക്കുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ പ്രതിപട്ടികയിൽ ഉള്ള അറസ്റ്റിലായ എ പത്മകുമാറിനെ വൈദ്യപരിശോധന നടത്തി കൊല്ലത്ത് കോടതിയിൽ, ഇനിയിപ്പോൾ കോടതി സമയം കഴിയുകയാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റിമാൻഡിലേക്കാകും കാര്യങ്ങൾ പോവുക. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും അന്വേഷണ സംഘം തീരുമാനിക്കുക. ഏതായാലും ഒരുപക്ഷെ ഇന്ന് റിമാൻഡിലാവുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ, നാളെയൊന്നും കസ്റ്റഡി അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത കുറവാകും. പിന്നീട് കോടതിയിൽ റിപ്പോർട്ട് നൽകി, അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയ ശേഷമാകും, കോടതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാകും കസ്റ്റഡി ചോദ്യം ചെയ്യലൊക്കെ ഇനി ഉണ്ടാവുക. ഏതായാലും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. പത്മകുമാറാണ് ഇതിനകത്തെ മുഖ്യ ആസൂത്രകൻ എന്നുള്ളത്. അതിന് കിൻപിൻ ആണ് ഈ കഥയിലെ പത്മകുമാർ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം നേരത്തെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കിൻപിന്മാർ അത് മന്ത്രിമാരാണ്. അത് മുൻ ദേവസ്വം ബോർഡ് മന്ത്രി അടക്കമുള്ളവരാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്കും അത്തരത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെയൊക്കെ തന്നെ ഊഴമാണ് അടുത്തത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെ ഉടൻ വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്ന് കരുതിയെങ്കിൽ ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ അല്പം വൈകുന്നുണ്ട്. പ്രതിഷേധ സ്വരങ്ങൾ അവിടേക്ക് തന്നെ ഉയർന്നേക്കാം. BJPയുടെ ഭാഗത്തുനിന്ന് മറ്റു കോൺഗ്രസ് സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നേക്കാം എന്ന ഒരു അനുമാനത്തെ തുടർന്ന് അല്പം നടപടിക്രമങ്ങൾ വൈകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അനന്തൻ, ഇനിയുള്ള നടപടി എന്ന് പറഞ്ഞ വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കണം. കൂടുതലായി സമയം ഇനി അങ്ങനെ വെക്കുന്നതിന് മുൻപ് തന്നെ കോടതിക്ക് മുന്നിലേക്ക് ഹാജരാക്കണം. അത് കൊല്ലം കോടതിയിലാണ്, വിജിലൻസിന്റെ കോടതിയിലാണ്. സമയക്രമങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നത്? പ്രതീക്ഷ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി, അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പത്മകുമാറിനെ കൊല്ലം കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ഇനി എപ്പോഴാണ് പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുക എന്ന് വൈകുന്നേരത്തോടെ കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരുന്നത്. അതിനു മുമ്പ് പ്രതിഷേധങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. അറസ്റ്റ് വാർത്ത പുറത്തു വന്നതോടുകൂടി കൂടുതൽ കാരണം രൂക്ഷമായ പ്രതിപക്ഷ സംഘടനകൾ രൂക്ഷമായ പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മകുമാറിൻ്റെ അറസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ശക്തമായ രാഷ്ട്രീയ ആയുധമായി
അവർ ഉന്നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്നൊരു പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ഉള്ള മുന്നൊരുക്കങ്ങൾ സിറ്റിയിൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാകും പത്മകുമാറിനെ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഏതായാലും വളരെ കുറച്ച് ചോദ്യം ചെയ്യൽ മാത്രമേ പത്മകുമാറിൻ്റെ കാര്യത്തിൽ വേണ്ടി വന്നുള്ളൂ അറസ്റ്റിലേക്ക് എത്താൻ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം. കാരണം പത്മകുമാറിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി SIT പല സമയത്തും ശ്രമിച്ചതാണ്. ആദ്യം നോട്ടീസ് കൊടുക്കുന്നു, അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷം വാസുവിൻ്റെ അറസ്റ്റ് കൂടി പൂർത്തിയാക്കി വാസുവിൻ്റെ മൊഴി കൂടിയെടുത്ത് നമ്മൾ നോക്കൂ, അതിനു മുൻപ് വാസു അന്വേഷണവുമായി സഹകരിച്ചു. വാസു അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമായി. ആ ചോദ്യം ചെയ്യലിന് ശേഷം വാസു മടങ്ങിപ്പോയി പിന്നീട് വാസുവിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് ആക്കിയത്. അപ്പോൾ അത്തരം ഒരു സഹകരണം പോലും പത്മകുമാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടില്ല. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം സഹകരിച്ചില്ല. അതിനുശേഷം നോട്ടീസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു മരണപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹാജരാകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. അത് അംഗീകരിക്കുകയും ചെയ്തു SIT. പക്ഷേ അതിനുശേഷം SIT ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു വരും എന്നുള്ള കാര്യം. അപ്പോഴേക്കും ശബരിമലയിലെ പ്രധാനപ്പെട്ട പരിശോധന വൃശ്ചികം 1 നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരിശോധനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശബരിമലയിലായിരുന്നു. പക്ഷേ അപ്പോഴും പത്മകുമാർ ചോദ്യം ചെയ്യലിന് എപ്പോൾ ഹാജരാകും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയിലായിരുന്നു. അപ്പോൾ നമ്മൾ